അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നാം വിശകലനം ചെയ്യുന്നത് 3-ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാമി എന്ന വിഷയത്തിലെ ആദ്യ അധ്യായമാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. അദ്ദർസുൽ അവ്വൽ ഷത്റുൽ ഈമാനി, ഈമാനിൻ്റെ പകുതി. ഒരു വിദ്യാർത്ഥി മദ്രസയിലെ സാഹിത്യ സമാജത്തിൽ പ്രസംഗിക്കുന്നതാണ് ഈ പാഠത്തിലൂടെ നാം പഠിക്കുന്നത്. നമുക്ക് ആ പ്രസംഗത്തിലേക്ക് കാതോർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, ശുദ്ധീകരണം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ശുദ്ധിയുള്ളവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തുഹൂറു ശത്റുൽ ഈമാൻ. ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ്. ശുദ്ധിയുള്ളവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടും. അവൻ്റെ റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും. വീട്, പരിസരം, ശരീരം, വസ്ത്രം എല്ലാം ശുദ്ധിയുള്ളതാവണം. അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. ഷർത്തുകൾ പാലിക്കാതെ നിസ്കാരം സ്വഹീഹാവുകയില്ല. അശുദ്ധി 2 വിധമുണ്ട്: ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും. വുളൂ ചെയ്താൽ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവും. കുളിച്ചാൽ വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവും. വുളൂഇന് ഷർത്തുകളും ഫർളുകളും സുന്നത്തുകളുമുണ്ട്. ഷർത്തുകളും ഫർളുകളും പൂർണ്ണമായെങ്കിലേ വുളൂ സ്വഹീഹാവുകയുള്ളൂ. സുന്നത്തുകൾ പാലിച്ചെങ്കിലേ വുളൂ പൂർണ്ണമാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരാൾ പൂർണ്ണമായ വുളൂ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത്തുഹൂറു ശത്റുൽ ഈമാനി. ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ്. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യ വർക്ക് 1 നസ്ൽ, ചേരുംപടി ചേർക്കാനാണ്. നാം ഈ പാഠത്തിലൂടെ പരിചയപ്പെട്ട ഏതാനും അറബി പദങ്ങളും അതിൻ്റെ പരിഭാഷയുമാണ് നൽകിയിരിക്കുന്നത്. യോജിച്ച രൂപത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അൽ മുത്തഹിരീന, ശുദ്ധിയുള്ളവർ. ശത്റുൻ, പകുതി. അൽ ഈമാൻ, സത്യവിശ്വാസി. അത്തുഹൂറു, ശുചിത്വം. യുഹിബ്ബു, ഇഷ്ടപ്പെടുന്നു. ആ രൂപത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുജീബ്. 1 ശുദ്ധിയുള്ളവരെ ആരെല്ലാം ഇഷ്ടപ്പെടും? ഉത്തരം: ശുദ്ധിയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടും. അവൻ്റെ റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും. 2 എവിടെയെല്ലാം ശുദ്ധി വേണം? ഉത്തരം: വീട്, പരിസരം, ശരീരം, വസ്ത്രം എല്ലാം ശുദ്ധിയുള്ളതാവണം. 3 അശുദ്ധി എത്ര വിധമുണ്ട്? അവ ഏതെല്ലാം? ഉത്തരം: അശുദ്ധി 2 വിധമുണ്ട്: ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും. 4 പൂർണ്ണമായ വുളൂ ചെയ്താലുള്ള നേട്ടമെന്ത്? ഉത്തരം: അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. 5 വുളൂ സ്വഹീഹാവാൻ എന്തെല്ലാം പൂർണ്ണമായി ചെയ്യണം? ഉത്തരം: ഷർത്തുകളും ഫർളുകളും. ഇനി നമുക്ക് 3ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുഹവ്വിലു നസ്വാഇല ഹിവാരിൻ ബൈന ഇസ്മാഈല വ മുഹ്സിൻ. ഇസ്മായിലും മുഹ്സിനും തമ്മിലുള്ള ഒരു സംഭാഷണം തയ്യാറാക്കാനാണ്. വ്യത്യസ്ത രൂപങ്ങളിൽ നമുക്ക് ആ സംഭാഷണം തയ്യാറാക്കാൻ സാധിക്കും. ഒരു രൂപം ഇവിടെ നൽകുന്നു. ഇസ്മായിൽ: നീ ഇന്ന് എവിടെയായിരുന്നു? ശത്റുൽ ഈമാൻ എന്ന പാഠമെടുത്തു. മുഹ്സിൻ: എനിക്ക് വിരുന്നുണ്ടായിരുന്നു. എന്താണ് ആ പാഠത്തിൽ പറയുന്നത്? ഇസ്മായിൽ: ശുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്.
മുഹ്സിൻ, എനിക്ക് വിശദീകരിച്ചു തരുമോ? ഇസ്മായിൽ, അതിനെന്താ, ശുദ്ധിയുള്ളവരെ അള്ളാഹുവും അവൻ്റെ റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും. ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. മുഹ്സിൻ, ഞാൻ ലീവാകാൻ പാടില്ലായിരുന്നു. ഇസ്മായിൽ, ഇനിയുമുണ്ട്. ശുദ്ധി നിസ്കാരത്തിൻ്റെ ഷർത്താണ്. അശുദ്ധി 2 വിധമുണ്ട്. മുഹ്സിൻ, അതേതൊക്കെയാ? ഇസ്മായിൽ, വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും. കുളിച്ചാൽ വലിയ അശുദ്ധിയിൽ നിന്നും വുളൂ ചെയ്താൽ ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകും. ഇതുപോലെ ആ പാഠത്തിലെ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പല രൂപത്തിലും നമുക്ക് തയ്യാറാക്കാം. ശേഷം നമുക്ക് അവസാന വർക്കിലേക്ക് പ്രവേശിക്കാം. 4. നഅഖിദു ഹഫ്ലതൻ അദബിയ്യ. മദ്രസയിൽ സാഹിത്യ സമാജം സംഘടിപ്പിക്കുമ്പോൾ ആരൊക്കെ ഏതെല്ലാം വിഷയങ്ങൾ അവതരിപ്പിക്കണം എന്നതിനുള്ള ഒരു ഷെഡ്യൂള് തയ്യാറാക്കാനാണ്. നോക്കാം. ദുആ ഉസ്താദ്, സ്വാഗതം സെക്രട്ടറി, അധ്യക്ഷത പ്രസിഡന്റ്, ഉദ്ഘാടനം മുഹമ്മദ് ഐമൻ, പ്രസംഗം മുഹമ്മദ് അഫ്ലഹ്, മുഹമ്മദ് മിദ്ലാജ്, മുഹമ്മദ് റാസി, അബ്ദുറഹ്മാൻ. മദ്ഹ് ഗാനങ്ങൾ മുഹമ്മദ് തമീം, മുഹമ്മദ് ആബിദ്. നന്ദി. നൗഫൽ. ഇതോടെ ഈ പാഠത്തിലെ തദ്രീബാത്ത് നാം പൂർത്തിയാക്കി. ഈ അധ്യായത്തിൽ നാം പഠിച്ചത് അശുദ്ധിയെക്കുറിച്ചാണ്. നാം എപ്പോഴും വൃത്തിയുള്ളവരായിരിക്കണം. വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. നല്ല സുഗന്ധം ഉപയോഗിക്കണം. ഇസ്ലാം ശുദ്ധിക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. നമ്മുടെ വീടും പരിസരവും നാം ഇടപെടുന്ന എല്ലാ മേഖലകളും എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. നാഥൻ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.